എന്താണ് ലോജിസ്റ്റിക്സ്? ലോജിസ്റ്റിക്സ് എന്നത് 24/7 365 ഡേയ്സ് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. കൊറോണ സമയത്ത് നമുക്കറിയാം ഒരുപാട് ഇൻഡസ്ട്രികൾ വർക്ക് ചെയ്യാതിരുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്ത് പോലും നിലക്കാതെ വർക്ക് ചെയ്യുന്ന, ആ ഒരു സമയത്ത് ഓവർ വർക്ക് ചെയ്തൊരു ഇൻഡസ്ട്രിയാണ് ലോജിസ്റ്റിക്സ് എന്നത്. നമ്മളൊരു ദിവസം പുറത്തിറങ്ങി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കയറുന്നതിന് മുന്നേ ഒരുപാട് പ്രൊഡക്റ്റുകൾ നാം കാണുന്നതും നമ്മുടെ കൈകളിലൂടെ കടന്നു പോകുന്നതുമായ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റുകളെല്ലാം ഇവിടെ ലഭ്യമാകുന്നത്? അതൊരു ഫോണാവട്ടെ, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങളാവട്ടെ, എങ്ങനെ ഈ പ്രൊഡക്റ്റ് ഇവിടെ എത്തുന്നു? ഇതിന് പിന്നിലുള്ള ഒരു ലോജിസ്റ്റിക്സ് എന്താണ്? ഇതിനെക്കുറിച്ചെല്ലാമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ലോജിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ പൊതുവെ ആളുകൾ വിചാരിക്കുന്നത് ഈ ഒരു മേഖലയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വെയർ ഹൗസിൽ കേവലം പിക്കിങ്ങോ പാക്കിങ്ങോ മാത്രമാണ് ജോലി എന്നുള്ളതാണ്. എന്നാൽ ഒരു പ്രൊഡക്റ്റ് നിർമ്മിക്കാൻ ചിന്തിക്കുന്നത് മുതൽ അതൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി ഒരു ഫൈനൽ കൺസ്യൂമറുടെ കയ്യിൽ എത്തുന്നത് വരെയുള്ള ഒരു എൻറ്റയർ പ്രോസസ്സിനെ നമുക്ക് ലോജിസ്റ്റിക്സ് എന്ന് പറയാം. അതായത് നമുക്ക് ഈ ഒരു ഫോൺ എക്സാമ്പിളായിട്ട് എടുക്കാം. ഈ ഒരു ഫോണ് എൻ്റെ കയ്യിലെത്തുന്നത് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി ഇത് ജസ്റ്റ് ഞാൻ യൂസ് ചെയ്താൽ മതി. എന്നാൽ ഇതിന് പിന്നിലുള്ള ഒരു ലോജിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. അതായത് ഒരു പ്രൊക്യൂർമെന്റ് ടീം പ്ലാൻ ചെയ്യുകയാണ്, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം, ഇതിന് ഇന്ന സാധനങ്ങൾ, അതായത് ഇന്ന റോ മെറ്റീരിയൽസ് ഇതിന് ആവശ്യമാണ് എന്ന് പ്ലാൻ ചെയ്യുകയും അതിനാവശ്യമായ സപ്ലയറെ കോൺടാക്ട് ചെയ്യുകയും സപ്ലയറുടെ കയ്യിൽ അതിനാവശ്യമായ സ്റ്റോക്ക് ഉണ്ട് എന്ന് വെരിഫൈ ചെയ്യുകയും ചെയ്യുന്നു. ശേഷം ആ കമ്പനിയിലെ ഒരു ലോജിസ്റ്റിക്സ് ടീമോ അല്ലെങ്കിൽ ഒരു ഫ്രൈറ്റ് ഫോർവേഡിങ് കമ്പനിയോ മുഖേന ആ കാർഗോ അവിടെ നിന്നും കളക്ട് ചെയ്യുന്നു. അവിടെ നിന്നും ആ കാർഗോ പിക്ക് ചെയ്യുന്നു, പാക്ക് ചെയ്യുന്നു. ശേഷം ട്രാൻസ്പോർട്ടേഷൻ വഴി പോർട്ടിലെത്തുന്നു. പോർട്ടിൽ നിന്ന് എയർ ആണെങ്കിൽ എയർ, അല്ലെങ്കിൽ സീ, ഏത് വേ ആണോ, ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണോ നമ്മൾ ചൂസ് ചെയ്യുന്നത്, എഫക്റ്റീവായൊരു ട്രാൻസ്പോർട്ടേഷൻ മോഡിലൂടെ നമ്മളത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ ഒറിജിനിൽ നിന്ന്, അതായത് എവിടെയാണോ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ഉള്ളത് ആ രാജ്യത്ത് നിന്ന് എവിടെയാണോ ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കേണ്ടത് ആ ഒരു പ്രൊഡക്ഷൻ നടക്കേണ്ട പ്ലാന്റിലേക്ക് ഒറിജിനിൽ നിന്ന് ഡെസ്റ്റിനേഷനിലേക്ക് ഈ കാർഗോ മൂവ് ചെയ്യുന്നു. ആ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന, വളരെ എഫിഷ്യൻ്റായിട്ട് അതിനെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് നമുക്ക് ലോജിസ്റ്റിക്സ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലെത്തുന്നത്, ഇതിന് പിന്നിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ പ്രൊക്യൂർമെൻറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർ ഹൗസിങ്, ഡിസ്ട്രിബ്യൂഷന്, മാർക്കറ്റിംഗ്, പല കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കയ്യിലൊരു പ്രൊഡക്റ്റ് എത്തുന്നത്. ഇതിന് പിന്നിൽ വളരെ എഫിഷ്യൻ്റായൊരു ലോജിസ്റ്റിക്സ് ടീം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രോപ്പറായിട്ട് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആവുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. അങ്ങനെ ഡെസ്റ്റിനേഷൻ കൺട്രിയിലെത്തിയ ഈ ഒരു ഫോൺ ഉണ്ടാക്കേണ്ട റോ മെറ്റീരിയൽസ് നമ്മൾ അതാത് പ്രൊഡക്ഷൻ പ്ലാന്റിലേക്ക്, അതായത് ഈ ഒരു ഫോണിനെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കാൻ ആവശ്യമായ സംവിധാനങ്ങളുള്ള ഒരു പ്രൊഡക്ഷൻ പ്ലാന്റിലേക്ക് അയക്കുകയും ഈ റോ മെറ്റീരിയൽസ് അവിടെ വെച്ച് അസംബിൾ ചെയ്യുകയും ഇതിനൊരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ശേഷം ഇത് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്സ് വഴി, അതായത് ഹോൾസെയിലേഴ്സിനോ റീറ്റെയിലേഴ്സിനോ അല്ലെങ്കിൽ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനോ അവിടെ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു.